എനിക്ക് നേരത്തെ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞില്ലേ ഒരു വിഷയത്തില് സായിനെ പറഞ്ഞപ്പോഴത്തേക്കും ഈ മൂന്നാം കിടന്ന വാക്ക് ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഇവിടെ ഇരുന്നിട്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ റെസ്പോൺസിബിൾ പേഴ്സൺ ആണ്. കാരണം ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരാളാണ്. ഇപ്പൊ നേരത്തെ ആറാട്ടണം പറഞ്ഞു ഈ അപരാധം, ഈ അഡൾട്ട് കണ്ടന്റ്, വേറെന്തൊരു കാര്യം കൂടി. അത് മൂന്നും കാണിച്ച് ആദ്യം വന്ന ആളാണ് സന്തോഷ് പണ്ഡിറ്റ്. ആദ്യം സിനിമകളിൽ സന്തോഷ് പണ്ഡിറ്റിന്റെ സിനിമകളിൽ ആദ്യകാലത്ത് ഞങ്ങൾ കണ്ടിരുന്നതായിരുന്നു. സന്തോഷ് പണ്ഡിറ്റിന്റെ ആദ്യ സിനിമകളിൽ നമ്മൾ കണ്ടിരുന്ന അഡൾട്ട് കണ്ടന്റ് ആയിരുന്നു. അത് കാണാൻ പറ്റില്ല, കുടുംബത്തോടൊപ്പം കാണാൻ പറ്റുന്ന സിനിമകൾ ഇറക്കിയിരുന്ന ഒരാളാണ് സന്തോഷ് പണ്ഡിറ്റ്. സോഷ്യൽ മീഡിയ തുടങ്ങുന്ന സമയത്തായിരുന്നു സന്തോഷ് പണ്ഡിറ്റ് പോലും നമ്മളുടെ മുഖത്തേക്ക്, നമ്മൾ പോയി തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ടില്ല ഞങ്ങളാരും. പക്ഷെ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിയ സമയത്ത് സന്തോഷ് പണ്ഡിറ്റ് സിനിമകൾ കണ്ടത് ഈ പറഞ്ഞ കണക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലായിരുന്നു കൂടുതലും സിനിമകൾ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ ഒരാൾക്ക് ഒരിക്കലും ഒരു യോഗ്യതയില്ല അങ്ങനെ തിരിച്ചൊരു മൂന്നാംകട ചാനൽ എന്ന് പറയാനുള്ളത്. കാരണം ഇവിടുത്തെ സായിക്കൊരു ഉപജീവന മാർഗമായിട്ട് എനിക്ക് തോന്നുന്നു ഇൻസ്റ്റയും യൂട്യൂബ് ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പം അത് ഒരു സർക്കാർ ജീവനക്കാരൻ വാങ്ങുന്ന തുകയേക്കാൾ 3 ഇരട്ടി എങ്ങാണ്ട ഒരു മാസം ശമ്പളം കിട്ടുന്ന ഒരാളാണ്. ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിരുന്ന സായിക്ക് അന്ന് കിട്ടുന്ന ശമ്പളത്താൽ കൂടുതൽ റിവ്യൂ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നുണ്ട്. ഞാൻ യൂട്യൂബിൽ എനിക്ക് 2.5 ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് പോലും വരുമാനം കിട്ടിയിരുന്നത് ഈ സോഷ്യൽ മീഡിയയിലാണ്. അപ്പോൾ നാളെ വരുന്ന കുട്ടികൾക്കും എന്തുകൊണ്ട് ഒരു ഇൻഫ്ലുവൻസർ ആകാൻ പറ്റില്ല? അവരും ആവട്ടെ. അവർ കുട്ടിക്കാലത്തെ എനിക്ക് തോന്നുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ഒരു ഏണിങ്സ് കിട്ടുന്ന കുട്ടികളടക്കം നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അവരൊക്കെ തന്നെ ഈ സാറ് പറഞ്ഞ കണക്ക് 18ാമത്തെ വയസ്സിൽ ആയിരിക്കും ഒരുപക്ഷെ സാറ് വരുമാനം വാങ്ങി തുടങ്ങിയത്. പക്ഷേ 3 വയസ്സിൽ വരുമാനം വാങ്ങുന്ന കുട്ടികൾ നമുക്കറിയാം. 3 വയസ്സിൽ ഈ പറഞ്ഞ കണക്ക് കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഇട്ടിട്ടും അവരുടെ പാരന്റ്സ് 3 വയസ്സെന്ന് പറയുന്നത് 2 ആഴ്ചയില് പ്രതിഫലം വാങ്ങിച്ച ഉപ്പുമുള്ള ഒരു കുഞ്ഞുണ്ട്. അവിടെ വലിയ കുട്ടി പാർവതി. ഓക്കെ റെഡി. അവിടെ ജനിച്ചു വീണത് ലൊക്കേഷനില്ല. ഓക്കെ റെഡി. അതിന് ഉത്തരം പറയേണ്ടത് സർ, ഈ പറയുന്ന വ്യക്തി ആളെ എനിക്കറിയില്ല, ഞാൻ ഇവിടെ കാണുന്നത്. എന്റെ ഏതെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടോ? എന്റെ ഒരു സിനിമ ഇന്നേ വരെ എ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. ഈ വ്യക്തി കാണുന്ന അല്ല, ഇയാൾ പറഞ്ഞല്ലോ ഇയാളെ പടം ഫുള്ള് സെക്സ് ആണെന്ന്. ഏതെങ്കിലും ഒരു സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടോ? അല്ല സർ, ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏത് സിനിമയാണ് കണ്ടിട്ടുള്ളത്? ഫേസ്ബുക്കിലാണ്. നിങ്ങൾ തിയേറ്ററിൽ കണ്ടിട്ടില്ല സർ. ഞാൻ പറയുന്നു ഒരു കാര്യം പോലും ഇയാൾ കണ്ടിട്ടില്ല. വളരെ ഇതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.